തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ പരിക്കേറ്റ 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. വെടിക്കെട്ട് പുരയുടെ നടത്തിപ്പുകാരനായ മുണ്ടത്തിക്കോട് സതീഷ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. 10 പേരാണ് നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. അതേസമയം തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ DNA പരിശോധന വേഗത്തിലാക്കാനുള്ള നടപടികൾ തുടങ്ങി. ദുരന്തത്തിൽ 14 പേരാണ് ഇതുവരെ മരിച്ചത്. ഇതിൽ 8 പേരെയാണ് തിരിച്ചറിഞ്ഞത്. 4 പേരെയാണ് ദുരന്തത്തിൽ കാണാതായത്. കാഞ്ഞിരക്കോട് സ്വദേശി സുരേഷ്, കോട്ടപ്പുറം സ്വദേശി അഭിജിത്ത് എന്ന അബി, മണക്കുടി സ്വദേശി വിഷ്ണു, കോട്ടപ്പുറം സ്വദേശി ഗിരീഷ് എന്നിവരെയാണ് കാണാതായത്. ഇവരുടെ എല്ലാം ബന്ധുക്കളുടെ DNA സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നതിനായി മുണ്ടത്തിക്കോട് സ്ഫോടനമുണ്ടായ സ്ഥലത്ത് പരിശോധന തുടരുകയാണ്. ഇടാവർദായികളെ ഉപയോഗിച്ചാണ് തെരച്ചിൽ. പ്രദേശത്ത് കുളങ്ങളും കിണറുകളും കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ പരിക്കേറ്റ 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. വെടിക്കെട്ട് പുരയിൽ നടത്തിപ്പുകാരനായ മുണ്ടത്തിക്കോട് സതീഷ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. 10 പേരാണ് നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ DNA പരിശോധന വേഗത്തിലാക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ 14 പേരാണ് ഇതുവരെ മരിച്ചിട്ടുള്ളത്. ഇതിൽ 8 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. 4 പേരെയാണ് ദുരന്തത്തിൽ കാണാതായിട്ടുള്ളത്. കാഞ്ഞിരക്കോട് സ്വദേശിയായ സുരേഷ്, കോട്ടപ്പുറം സ്വദേശിയായ അഭിജിത്ത്, മണക്കുടി സ്വദേശി വിഷ്ണു, കോട്ടപ്പുറം സ്വദേശി ഗിരീഷ് എന്നിവരെയാണ് കാണാതായിട്ടുള്ളത്. ഇവരുടെ എല്ലാം ബന്ധുക്കളുടെ DNA സാമ്പിളും ശേഖരിച്ചിട്ടുണ്ട്. ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നതിനായി മുണ്ടത്തിക്കോട് സ്ഫോടനമുണ്ടായ സ്ഥലത്ത് പരിശോധന തുടരുകയാണ്. കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. പ്രദേശത്തെ കുളങ്ങളും കിണറുകളും കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ശരീരഭാഗങ്ങളടക്കം കണ്ടെത്തിയിരുന്നു.